സ്മൃതി പരുത്തിക്കാടിനെതിരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമാണ് നടത്തുന്നത്. സതീഷിന്റെ വെപ്പാട്ടി എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള രൂക്ഷമായിട്ടുള്ള അക്രമത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതല്ലേ? ഒരു സംശയമില്ല. ഇത് രൂക്ഷമായ ആക്രമണം മാത്രമല്ല, ഇപ്പൊ താങ്കൾ ആ വാക്ക് ഉപയോഗിച്ച് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ഇത് അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ചില വൃത്തികെട്ട ആളുകൾ ഇതുപോലെയുള്ള തമ്പ് കൊടുത്തുകൊണ്ട് കുറച്ച് റീച്ച് ഇതുവഴി അങ്ങ് ഉണ്ടായിക്കോണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് പേരൊന്നും പറയാൻ മടിയില്ല ആരുടെയും. പിന്നെ ഞാൻ നിങ്ങളുടെ ചാനലായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ടത് വെച്ചിട്ട് പേര് പറയാത്തത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി പറയാം. സ്മൃതി പറഞ്ഞ പല അഭിപ്രായങ്ങളോടും എനിക്ക് വലിയ എതിരഭിപ്രായമുണ്ട്. പക്ഷെ ഒരാളെ നമ്മൾ ഇങ്ങനെയല്ല ആക്രമിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറച്ച അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഈ സൈബർ ആക്രമണം എന്നുള്ളതോ ഇതൊരു സൈബറായിട്ടുള്ള വിയോജിപ്പുകളോ എന്നുള്ളതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇത് കാണിക്കുന്നത് CPM-ന്റെ അണികളാണെങ്കിൽ അവർ കാണിക്കുന്ന അങ്ങേറ്റത്തെ മണ്ടത്തരമാണ്. കാരണം സ്മൃതി പറഞ്ഞ അഭിപ്രായങ്ങളെ ഇതൊന്നുമില്ലാതെ വളരെ യുക്തിസഹമായി ലോജിക്കലി തന്നെ പൊളിക്കാൻ കഴിയുന്ന ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട്. അവർക്ക് അതിഗംഭീരമായ അഭിപ്രായം പറയാൻ കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് സ്മൃതി സമൂഹത്തിലേക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ CPM-നോ അല്ലെങ്കിൽ LDF-നോ ഒക്കെ എതിരാണെന്ന് തോന്നുന്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പൊളിക്കാം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടി സഭ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചെയ്യാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മലർന്നു കിടന്ന് തുപ്പാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും സങ്കടകരമായ കാര്യം ഇതിൽ നിരവധി CPM-ന്റെ നേതാക്കൾ തന്നെ കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് MA ബേബി പറഞ്ഞു, ഒറ്റപ്പെടുത്തി അങ്ങനെ ആക്രമിക്കുന്നതിനോട് യോജിക്കാനാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ MA ബേബി സഖാവ് ഞങ്ങൾക്കിത് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ കാളുകൂടി സംഘങ്ങളൊക്കെ ഇതിൻ്റെ നേരെ മറ്റേ എതിരഭിപ്രായം പറയുന്നത്. ഇനി ഇതിനേക്കാളൊക്കെ നികൃഷ്ടമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ തന്നെ സ്മൃതിയെ നമുക്ക് വിടാം. അദ്ദേഹത്തിൻ്റെ പിതാവ് ഏതാണ്ട് 85 വയസ്സുള്ള ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്ന ദേശാഭിമാനിയുടെ അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്ന, പിന്നീട് അവിടെ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം MN വിജയൻ മാഷ് പോയതിനു ശേഷം അതായത് MN വിജയൻ മാഷോട് പാർട്ടി അവസാന കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു അകൽച്ചയുടെ ഭാഗമായി ഇദ്ദേഹവും ഒക്കെ അകന്നതാണ്. പക്ഷെ അകന്നിട്ടുണ്ടെങ്കിൽ പോലും വേറെ പാർട്ടിക്കെതിരെ ഒരു വർത്തമാനം പറയാനോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായിട്ടില്ല. അങ്ങനെ അതുകൊണ്ടായിരിക്കും സ്മൃതിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത രൂപപ്പെട്ടത്. അല്ല, അത് സ്മൃതിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സ്വാഭാവികമായിട്ട് അതും കൂടി ഉണ്ടാവാം. അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മകൾ എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഇടതുപക്ഷത്ത് നിന്ന് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും, CPM-നോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ CPM ഒരു വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ആശങ്കയും അതോടൊപ്പമുള്ള ദേഷ്യവും ഒക്കെ കൂടുതൽ ഉണ്ടാകുന്നവർക്കാണ്. അവരാണ് പലപ്പോഴും കൂടുതലായിട്ട് CPM-ന്റെ അണികളുടെ ഭാഗത്ത് നിന്ന് ആക്രമിക്കപ്പെടുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് നിങ്ങളൊരു CPM വിട്ടു, നിങ്ങൾ കോൺഗ്രസിൽ പോയി ജോയിൻ ചെയ്ത് അവർക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ CPM വിട്ടു, നിങ്ങളിപ്പോൾ ഒഞ്ചിയത്ത് ഉണ്ടായ പോലെ TP ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ പോലെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയാൽ അവർക്ക് വലിയ പ്രശ്നമാണത്. അല്ല, അതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വലിയൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള നിലക്ക് മാത്രമല്ല, നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ മിലിറ്റന്റ് ആയിട്ടുള്ള ഏതൊരു പാർട്ടികളിലും കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ അണികൾ അല്ലെങ്കിൽ സൈബർ സ്പേസിലുള്ള ആളുകൾ കുറച്ചുകൂടി അക്രമോത്സുകത പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ചാനലിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദിവസം കുറച്ചെങ്കിലും ഫ്രീ ആയി കിട്ടിയ ഒരു ദിവസം ഈ വിഷുവിൻ്റെ എന്നാണ്. അപ്പം ഞാൻ അന്ന് എടുത്തു നോക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ ഷാഫി പറമ്പിലിനെതിരെ നിങ്ങളൊരു വിമർശനം ഉന്നയിച്ചോ, നമുക്ക് തെറിവിളി വെക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഘത്തെ എന്ത് ചെയ്തേക്കാണ്, ബിൽഡ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ ഇത് എൻറ്റയർലി അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാർട്ടിയെയും അതുപോലെ തന്നെ ഇവരെയും നശിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയൊക്കെ നശിപ്പിക്കും. അവരുടെ സ്വീകാര്യതയല്ലേ തെളിയുന്നത്? അത്രമാത്രം സ്വീകാര്യമാണ് അവരെന്നുള്ളതല്ലേ തെളിയുന്നത്? അല്ല, തീർച്ചയായിട്ടും അവരൊരു പ്രോമിനന്റ് ഫേസ് ആണ്. പിന്നെ നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നവും കൂടിയുണ്ട്. അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അടരുകളുണ്ട്. ഇതിന് എത്രത്തോളം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള അടരുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ TV ചാനൽ ചർച്ചകളുടെ തന്നെ ഒരു ലെവല് മാറി. ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വില്ലനും അവിടെ ഒരു നായകനും ഉണ്ടാകണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. സ്മൃതി പരുത്തിക്കാട് ഈയിടെ കുറച്ചുകൂടി അഗ്രസീവ് ആകുന്നതിൻ്റെ കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ചാനൽ പരിപാടിയിൽ സാധാരണ നേരത്തെ സുജയും അരുണും തമ്മിലുള്ള വലിയ അടിയുണ്ടാവുകയും കൊടകര 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 എന്ന് വിളിച്ച് കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ കുറച്ച് കുറഞ്ഞ് സുജയ അവിടെ നിന്ന് വിട്ടുപോയി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ സ്മൃതിയോട് കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്തോ, ഒന്നുകൂടി ഒന്ന് പിടിമുറുക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുറുക്കുന്നതിൻ്റെ ഭാഗമായി സ്മൃതി ഒരു വാദം ഉന്നയിക്കുന്നു. ആൻഡ് ഓഗസ്റ്റിനും അരുണും ഒക്കെ ഇരുന്ന് അതിനെ അടിച്ചമർത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ ഭയങ്കര നമ്മുടെ ഉള്ളിൽ സിനിമയോടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും. അല്ല, അസിത സഹീറും അതുപോലെ തന്നെ ഹാഷ്മി താജ് ഇബ്രാഹിം തമ്മിലുള്ള ചർച്ചകൾ കൊണ്ട് മാത്രം ഇപ്പോൾ അത് ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. കാരണം ഹാഷ്മി ഒരു
വാദം എന്ത് ചെയ്യുന്നു, വളരെ ഇല്ലോജിക്കലായി പറയുന്നു. അസിത സഹീർ അതിനെ അടിച്ച് തകർക്കുന്നു അല്ല, അപ്പൊ എന്ന് നമ്മള് പറയുന്ന ഒരു ഈ കാര്യം. പറയുന്ന പോലെ ശ്രദ്ധ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു ടെക്നിക്കാണോ ഇവരൊക്കെ അല്ല, ഉപയോഗിക്കുന്നത്? അതൊക്കെ ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഉം. ചാനലുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോ തുറന്നു പറഞ്ഞ യൂട്യൂബ് ചാനലുകളിൽ പോലും ഇപ്പോൾ വളരെ കോൺട്രവേഴ്സിൽ ആകുന്ന ഒരു സബ്ജക്ട് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് ഏറ്റവും ആദ്യം വെക്കാറുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ സാറ്റലൈറ്റ് ചാനലുകൾ അത് അത്തരം കാര്യം കുറച്ചുകൂടി അഗ്രസീവ്ലി ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഈ സാറ്റലൈറ്റ് ചാനലുകളുടെ എല്ലാവരുടെയും തന്നെ വ്യൂവർഷിപ്പിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരാൾ ലാഭത്തിലല്ല, ആകെ ഏഷ്യാനെറ്റ് ഒഴികെ ബാക്കി ആരും പ്രവർത്തന ലാഭം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കൊക്കെ എത്തിക്കുകയാണ് കുറേ ചാനലുകൾ. ബാക്കി ആരും തന്നെ ഈ ഇൻവെസ്റ്റ് ചെയ്ത പണമൊന്നും ഇതിൽ നിന്ന് തിരിച്ചെടുക്കില്ല, അത്ര എളുപ്പമുള്ള കാര്യം അല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പൈസി ഇൻഗ്രീഡിയൻസ് ചേർക്കും. മനസ്സിലായി? ആ സ്പൈസി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മേക്കപ്പിന്റെ കാര്യത്തിലും ഡ്രസ്സിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ചേർക്കും. അപ്പം നമ്മൾ അത്തരത്തിലുള്ള നിരവധി അടരുകൾ ഈ പറയുന്ന കാര്യത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ സ്വാഭാവികമായിട്ടും ഒരിക്കലും ജയിക്കാത്ത സ്മൃതി വാദിച്ചു തോൽക്കുന്നത് കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. അവിടെ ഒരു മെയിൽ ഷോവനിസ്റ്റ് ഈഗോ വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്ത്രീ ഒരു വലിയ ഒരു രംഗത്തേക്ക്, ഒരു ഉയർന്ന പദവിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു സമൂഹം ഇപ്പോഴും ഇവിടെ ഉണ്ട്. പ്ലസ് ഞാനൊരു കാര്യം കൂടി പറയാം, ഇതിൽ സ്മൃതിയുടെ വാദങ്ങൾ ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു പക്ഷെ കാര്യമാണ്. അങ്ങനെ ഒരു PR വർക്ക് നടത്തിയിട്ടുള്ള, ഇതിനോട് യോജിക്കാൻ കഴിയില്ലെങ്കിലും അങ്ങനെ ഒരു PR വർക്ക് നടത്തിയിട്ടുള്ള ഒരു പാരമ്പര്യം CPM ഉണ്ടെന്ന് കരുതുന്നുണ്ട്. വികസന മുന്നേറ്റ ജാഥയിലൊക്കെ ആ ഒരു മൊയ്തീനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള സംഭവവികാസങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ഏത് വികസന മുന്നേറ്റ ജാഥയിൽ എന്താണ് താങ്കൾ ആ ഉദ്ദേശിച്ചത്? ഒരു നമുക്കറിയാം, അദ്ദേഹം ഒരു പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MV ഗോവിന്ദന് അദ്ദേഹം അല്ല, പെൻഷൻ തുക. അതൊക്കെ വേറൊരു ടോപ്പിക്കാണ്. ഞാൻ അല്ല, അത് വേറെ പറഞ്ഞത് ടോപ്പിക്കാണല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ PR വർക്ക് ചെയ്യാനായിട്ട് CPM നല്ല കഴിവുണ്ട്. അല്ല, അപ്പോ അങ്ങനെയുള്ള ഒരു സംഭവ പശ്ചാത്തലം ഉള്ളത് കൂടി കൊണ്ടായിരിക്കാം സ്മൃതി ഇങ്ങനെ ഒരു ഞാൻ പ്രസ്താവന നടത്തിയത്. വിചാരിക്കുന്നില്ല മൊയ്തീന്റെ കേസ് പോലും അത് അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള PR വർക്കാണോ എന്നുള്ളത് CPM അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു PR വർക്കാണോ എന്ന് ഞാൻ ആലോചിക്കുന്നില്ല. അല്ല, മൊയ്തീൻ പറയുന്നുണ്ട് കുറച്ച് പേര് വന്നിട്ട് മൊയ്തീൻ അല്ല, അത് മൊയ്തീൻ തന്നെ തുറന്നു അല്ല, പറഞ്ഞു. CPM ആയിരുന്നെങ്കിൽ ഒരിക്കലും മൊയ്തീൻ വന്ന് അങ്ങനെ തുറന്നു പറയില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. CPM കുറെ കൂടി വളരെ മെറ്റിക്കുലസ്ലി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. അത് ഇപ്പൊ പലതും തകർന്നു പോകുന്നില്ല, അല്ല, അങ്ങനെ പ്ലാൻ ചെയ്യുന്ന പലതും ഇപ്പൊ തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണല്ലോ. അല്ല, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷിന്റെ അടുത്ത് വന്ന് ഒരാളത് കൊടുത്തിട്ട് വലിയൊരു ഇമേജ് ഉണ്ടാകും എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് അതൊരു വലിയ പെൻഷൻ നൽകാൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നൊരു അല്ല, പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി അതിന് CPM ഗംഭീരമായിട്ടുള്ള പരസ്യം കൊടുക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. 62 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, 32 ലക്ഷത്തോളം വരുന്ന വനിതകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. പിന്നെ ഇതിൽ മൊയ്തീൻ അതിനുശേഷം വീണ്ടും അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ അറിയേണ്ടത് അതൊക്കെ സെക്കൻഡറി അപ്പൊ എലമെന്റ്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൂടി കൊണ്ടായിരിക്കില്ല സ്മൃതിയുടെ ഇങ്ങനെ ഒരു പ്രസ്താവന. അല്ല, അതൊന്നും കൊണ്ടല്ല, അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. സ്മൃതിയുടെ കേസിലും അതുപോലെ തന്നെ CPM എപ്പോഴും എതിർക്കുന്നവരുടെ കേസിലും സൈബർ സ്പേസിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം നടക്കാറുണ്ട്. ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അങ്ങേയറ്റം മലീമസമായ മോശപ്പെട്ടൊരു ഭാഷയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നിപ്പോ സിദ്ധാർത്ഥൻ പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു മനുഷ്യനെതിരെ ഒരു ഇല്ലാത്ത കുറ്റം അങ്ങോട്ട് പറയുകയാണ്. എന്താണ്? അദ്ദേഹം തിരുടയാണ്, അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പോലെ പണം മോഷ്ടിച്ചിട്ട് അവിടെ നിന്ന് പുറത്തു പോയ ഒരാളാണ് എന്ന് പറയുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോയ ഒരാളാണ്. ആ റിട്ടയർ ചെയ്ത് പോയപ്പോൾ പാർട്ടിയുമായിട്ട് അകന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിന് MN വിജയൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടുകൂടിയാണ് ആ അകൽച്ച വന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ അറിയേണ്ടത്, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വേതാളങ്ങൾ CPMന്റെ സൈബർ അണികളൊക്കെ അറിയേണ്ട ഒരു കാര്യം, അതിനേക്കാളൊക്കെ വലിയ CPMും അതിനേക്കാളൊക്കെ വലിയ ലെഫ്റ്റുമാണ് സ്മൃതി പരുത്തിക്കാട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാത് കുത്താൻ അനുവാദമില്ലാതിരുന്ന, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇടിയുണ്ടാക്കി കാത് കുത്തിയിട്ടുള്ള, അവർ അമ്പലത്തിൽ പോകണമെങ്കിൽ ഒളിച്ചു പോയിട്ടുള്ള, EMS പറയാത്ത ഒരു കാര്യവും ചെയ്യാത്ത വളരെ നല്ല ഒരുപാട് CPM കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുണ്ട്. ഇപ്പൊ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഒരാളുണ്ട്. അദ്ദേഹം കൊച്ചിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടാത്തതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കെതിരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലമായിരുന്നു തീർച്ചയായിട്ടും സ്മൃതിക്കും അത്തരത്തിലുള്ള പശ്ചാത്തലമാണ്. സ്മൃതിയൊക്കെ നിങ്ങൾ അറിയേണ്ടത് സ്കൂളിൽ നിന്ന് വന്ന് ദേശാഭിമാനിയുടെ ഓഫീസുകളിൽ കറങ്ങിക്കൊണ്ടിരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് ആക്കിക്കൊണ്ടിരുന്ന ഒരാളുകളാണ്. ചെറുതിലെ അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. അമ്മയും ഇതുപോലെ ഒരു പൊതുപ്രവർത്തകയാണ്. അഹല്യരക്കരയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത്രമാത്രം കമ്മ്യൂണിസ്റ്റ് വളർന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ഒരു വിരുദ്ധ പശ്ചാത്തലത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല, അതുണ്ട്. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഡോക്ടർ ആസാദ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ഇടതുപക്ഷത്ത് നിന്ന് വിട്ടുപോയിട്ടുള്ള KC ഉമേഷ് ബാബു, അവരൊക്കെ വളരെ തീവ്ര റെജി ലൂക്കോസിനെ നീ കൂട്ടത്തിൽ പെടുത്തല്ലേ?
റെജി ലൂക്കോസ് എവിടെ കിടക്കുന്നത്? താങ്കൾ എന്നെ വളരെ മൂഡ് ഔട്ട് ആക്കി കളഞ്ഞു. ഞാൻ ഈ ചർച്ച തന്നെ റെജി ലൂക്കോസ് എവിടെയാണ്? റെജി ലൂക്കോസ് ഒക്കെ ശരിക്കും പറഞ്ഞൊരു ഭിക്ഷാം തേകിയാണ്. വെറുതെ വന്നിരുന്ന് വർത്താനം പറയുന്നു, യാതൊന്നിനെ കുറിച്ചും ധാരണയില്ല. ആ റെജി ലൂക്കോസ് വിട്ടുപോയി എന്നുള്ളതുകൊണ്ട് പാർട്ടിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാകാറില്ല. സത്യത്തിൽ റെജി ലൂക്കോസിനെ അവിടെ കൊണ്ട് ഏൽപ്പിക്കേണ്ടതായിരുന്നു വണ്ടി പിടിച്ചെന്നാണ് എൻ്റെ അഭിപ്രായം. BJP റെജി ലൂക്കോസ് ഒന്നുമല്ല, ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടി ധിഷണാപരമായ ആളുകൾ. അവരെ സംബന്ധിച്ചോളം ഇടതുപക്ഷം എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് ഒരു ചെറിയ മാറ്റമുണ്ടെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളുകളാണ്. പിന്നെ സ്മൃതിയുടെ കേസിൽ എനിക്ക് വളരെ വിയോജിപ്പുണ്ട് ആ സ്മൃതി പറഞ്ഞ പല കാര്യങ്ങളോട്. ഒന്ന്, സ്മൃതി പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. സ്മൃതി ഒരു തവണ പറയുന്ന ഒരു വാചകം കിട്ടിയാൽ അമ്പരന്ന് പോയി. അതും കൂടി പറയാതിരിക്കാൻ പറ്റില്ല. സ്മൃതിയോടുള്ള എല്ലാ ബഹുമാനവും, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുമാണ് സ്മൃതി. പക്ഷേ സ്മൃതിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്മൃതി പറയാണ് VD സതീശൻ ഗോൾവാൾക്കറുടെ മുമ്പിൽ വിളക്ക് കത്തിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്മൃതി പറയാണ് വിളക്ക് ഫോട്ടോയുടെ മുമ്പിൽ കത്തിച്ചതല്ല, പകരം ഫോട്ടോ പുറകിൽ ഉണ്ടായിരുന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ന്യായീകരണം ചമക്കേണ്ട ഒരു ബാധ്യതയും സ്മൃതിക്കില്ല. അത് ശരിക്കും പറഞ്ഞ ഒരു ജേർണലിസ്റ്റിക് ആയതിന്റെ ലോജിക്കില്ലായ്മയാണ് ആ കാണിച്ചിട്ടുള്ളതെന്ന്. രണ്ടാമത്തത്, വയനാട് ഫണ്ടാണോ വലിയ പ്രശ്നമെന്ന് ചോദിക്കുന്നത്. അത് വലിയ പ്രശ്നം തന്നെയാണ്. ഞാൻ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്മൃതി അറിയണം വയനാട് ഫണ്ട് വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് വലിയ പ്രശ്നമാകുന്നത്? ആ വയനാട് ഫണ്ട് പിരിച്ചത് ഒരു ലോക്കൽ കമ്മിറ്റിയോ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയോ ഒന്നുമല്ല. വയനാട് ഫണ്ട് പിരിച്ചത് KPCC ആണ്. ആ KPCC പിരിച്ചതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്മൃതി ഒരു തവണ മീറ്റ് ദ എഡിറ്റേഴ്സിൽ നിന്ന് ന്യായീകരിക്കുന്നത് എന്താണെന്നറിയാമോ? മറ്റേ രക്തസാക്ഷി അല്ല, ഒരു മിനിറ്റ്, രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തില്ല എന്നാണ്. അതൊന്നും കൊണ്ട് ന്യായീകരിക്കാൻ കഴിയില്ല. റീഹാബിറ്റേഷൻ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് ഭരണപക്ഷത്തിന്റെ ഒരു എന്താ കടമയാണ്. കടമയാണെന്നേ, ശരിയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ പണം പിരിക്കുന്നത്? അതാണ് അതിന്റെ പ്രശ്നം. ആ പണം പിരിക്കുന്നതിനെ കുറിച്ച് സ്മൃതി ചോദ്യം ചോദിക്കാത്തത് വലിയ പ്രശ്നമാണ്. അപ്പൊ വല്ലാതെ അങ്ങോട്ട് കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ന്യായീകരിച്ചത് കൊണ്ട് ഏർപ്പെട്ടിട്ട്, പിന്നെ നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ സ്മൃതിയുടെ ഒരു വിദ്വേഷം അതിനകത്ത് നമുക്ക് കാണാം. സ്മൃതി പറയുന്നത് വെറും ഉഡായിപ്പ് എന്നുള്ളതാണ്. അങ്ങനെ ഇങ്ങനെ പച്ചയായി വളരെ ഈ പറയുന്ന പോലെ ഒരു ലോജിക്കില്ലാതെ വളരെ പച്ചയായി തന്നെ CPM-നെയും ഇടതുപക്ഷത്തെയും എതിർക്കുക. അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും ഇത്തവണത്തെ ഭരണത്തിൽ നിന്ന് പിണറായി എന്ത് ചെയ്യണം, പോണം എന്നുള്ള ഒരു അജണ്ടയാണ്. അപ്പൊ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വരെ ഞാൻ അത്തരത്തിൽ വെഹമന്റ്ലി ഇതിനെ ഒപ്പോസ് ചെയ്യുന്നതാണ്. അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള എല്ലാ അവകാശവും സ്മൃതിക്കുണ്ട്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഫാക്ച്വലി റോങ് ആയിട്ടുള്ള ഒരു 5 or 6 സ്റ്റേറ്റ്മെന്റുകൾ ഇതിനകം തന്നെ സ്മൃതി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞാനതെല്ലാം അക്കമിട്ട് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്താണ്, സ്മൃതി എതിർത്ത ഒരാളാണ്. പക്ഷെ അപ്പോൾ പോലും എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് സ്മൃതി ഒരു ജേർണലിസ്റ്റിക് ക്വാളിറ്റിയിലേക്ക് തിരിച്ചു വരണം. കാരണം പകരം ഈ പറഞ്ഞ പോലെ പേഴ്സണൽ വെഞ്ചൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമോ ഇതിൻ്റെ അകത്ത് ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ പച്ചയായി അങ്ങോട്ട് പറഞ്ഞാൽ സ്മൃതി വളരെയധികം സ്വന്തം പിതാവിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം സ്മൃതി ആ മീറ്റ് ദ എഡിറ്റേഴ്സിൽ നിന്ന് കണ്ടമടറിയപ്പോൾ കേട്ടിട്ട് എനിക്ക് വലിയ സങ്കടം തോന്നിയ ഒരാളാണ്. ഇന്നലെ സ്മൃതി റിപ്പോർട്ടർ ചാനലിൽ തന്നെ സഖാക്കളോട് പറയാൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ട്. ആ സഖാക്കളോട് പറയാൻ എന്ന് പറയുന്ന വീഡിയോയുടെ താഴെ തന്നെ വന്നേക്കണ ഏറ്റവും വലിയ കമന്റ്, ഏറ്റവും കൂടുതൽ ആളുകൾ ലൈക്ക് അടിച്ചിട്ടുള്ള ഒരു കമന്റുകളിലൊന്ന് അച്ഛൻ, അതായത് സിദ്ധാർത്ഥ പരുത്തിക്കാട് തിരുടയാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള കമന്റുകൾ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ സ്മൃതിയെ പോലുള്ള ആളെ എളുപ്പത്തിൽ നമുക്ക് പരാജയപ്പെടുത്താം. കാരണം എന്താ, ഫോട്ടോയ്ക്ക് മുമ്പിൽ വിളക്ക് കത്തിച്ചതല്ല, ഫോട്ടോ ആരോ പുറകിൽ കൊണ്ടുവന്ന് വെച്ചതാണ് എന്നൊക്കെ പറയുന്ന വിദണ്ഡവാദമാണ് സ്മൃതി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാലിശമായിട്ടുള്ള വാദമാണ്. പിന്നെ പ്രതിപക്ഷത്തിന്റെ കടമയാണോ എന്ന് ചോദിക്കുന്നത് ബാലിശമായിട്ടുള്ള വാദമാണ്. ഇത് ഒരു ചർച്ചയല്ല, ഈ ഫണ്ട് ബുക്ക് ചെയ്ത് എന്ന് പറയുന്നത് ബാലിശമായിട്ടുള്ള വാദമാണ്. അപ്പൊ അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ തന്നെ എടുത്തണിയുകയും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെയും അനാവശ്യമായി പോലും ഓവറായി ന്യായീകരിക്കുന്നു, ലോജിക്കില്ലാതെ എന്ന് പോലും തോന്നുന്ന ഒരാളാണ്. പക്ഷെ ഞാനിപ്പോഴും സ്മൃതി പറയുന്നത് വിശ്വസിക്കുകയാണ്. സ്മൃതി പറയുന്നത് ഭരണം മാറി വരട്ടെ, അപ്പോൾ കാണാം എൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും സ്മൃതി പറയുന്ന കാര്യം ഇനിയിപ്പോൾ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ പ്രതികൂലിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സെൻസ് ഓഫ് ലോജിക്ക് നമുക്ക് തോന്നണം. അത്തരത്തിൽ ഒരു ലോജിക്കുമില്ലാതെ സ്മൃതി നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏറ്റവും ഒടുവിൽ സ്മൃതി പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. അതാണല്ലോ ഏറ്റവും വലിയ വിഷയമായത്. ആ വിഷയം എന്താണ്? സ്മൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഇതൊരു നാടകമാണ് എന്നുള്ളതാണ്. ഫൈൻ, ഞാൻ സ്മൃതിയോട് തിരിച്ചു ചോദിക്കുന്നു, ആണ് ശരിയെന്നേ. ഈ കേരളത്തിൽ കാണുന്ന 25 ലക്ഷം രൂപയുടെ മൂത്രപ്പര മുതൽ വെയിറ്റിംഗ് ഷെഡ് വരെയുള്ള സാധനങ്ങൾക്കെല്ലാം മുകളിൽ VM സുധീരൻ വക, AK ആന്റണി വക, ഈ പറയുന്ന പോലെ ഇന്ന ആള് വക എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കണതിനൊന്നും സ്മൃതിക്ക് ഒരു കുഴപ്പമില്ലേ? അത് ചെയ്യാത്ത ആരെവിടെ ഉള്ളത്? ഇനി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മറ്റേ ജനസമ്പർക്ക പരിപാടി നടത്തിയല്ലോ. എന്തായിരുന്നു കാര്യം? ഒരു വില്ലേജ് ഓഫീസറോ ഒരു തഹസിൽദാരോ ഒരു കളക്ടറോ ചെയ്യേണ്ട ഒരു ജോലി
ഒരു മുഖ്യമന്ത്രി രാവിലെ വന്ന് 9 മണിക്ക് വന്ന് നിൽക്കുന്നു, എന്നിട്ട് രാത്രി 7 മണി വരെ വന്നേക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ പേപ്പറുമായിട്ട് ഇയാളുടെ മുമ്പിൽ നിൽക്കുന്നു, ഇയാൾക്ക് ചേർത്ത് പിടിക്കുന്നു, കണ്ണീരണിയിക്കുന്നു, എന്നിട്ട് അതിന്റെ റീലെടുത്ത് കൊടുക്കുന്നു, എന്നിട്ട് അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു. നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന പോലെ യഥാർത്ഥത്തിൽ അതുപോലും PR സ്റ്റണ്ട് അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ PR സ്റ്റണ്ട് കാണിക്കാത്ത ആരാ ഉള്ളത്? അല്ല, UN വരെ അംഗീകരിച്ചിട്ടുള്ളതാണ് അതൊക്കെ. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ PR സ്റ്റണ്ട് കാണിക്കാത്ത ആരാ ഉള്ളത്? അങ്ങനെ PR സ്റ്റണ്ട് ഈ നാട്ടിലുള്ള എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നു. KC വേണുഗോപാൽ കപ്പ അഴിക്കുന്നത് PR സ്റ്റണ്ട് അല്ല, VD സതീശൻ മറ്റേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റീലിടുന്നത് PR സ്റ്റണ്ട് അല്ല, ഇതൊന്നും PR സ്റ്റണ്ട് അല്ല എന്ന് സ്മൃതിക്ക് തോന്നുകയും സ്മൃതി ഈ പറയുന്ന ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ ഉറപ്പായിട്ടും അത് മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഇല്ലായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ പോകുന്നതിനെ ഈ ആക്ഷേപിക്കുകയും ഇത് ഇലക്ഷന് മുമ്പുള്ള വെറും PR സ്റ്റണ്ടാണ് എന്ന് മാത്രം പറയുകയും ചെയ്തതിന് ഞാൻ അങ്ങേറ്റം വിമർശിക്കുകയാണ്. അവരിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അത് ഓവറാകാൻ പാടില്ല. അത് ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു വിമർശനമാണ്. സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിനെതിരെ നിങ്ങൾ അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് എഡിറ്റർ ആകുമ്പോൾ, നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ചർച്ച നടത്തുന്ന ഒരാളാകുമ്പോൾ, നിങ്ങൾ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഇരിക്കുമ്പോൾ, നിങ്ങളൊരു വളരെ തരംതാണ ലെവലിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാഷ മാത്രം ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും ആളുകൾ അത് ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ അത് ചോദ്യം ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനടക്കമുള്ള ആളുകൾ സ്മൃതി ജേർണലിസ്റ്റ് ആകണമെന്നും സ്മൃതി അറിയണം ഈ പറയുന്ന പോലെ യാഥാർത്ഥ്യമെന്നും ഒക്കെ പറഞ്ഞ് ഞാൻ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, വ്യക്തിപരമായി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം, പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും സ്മൃതിയുടെ വാദങ്ങൾ ഈസിലി പൊളിക്കാൻ കഴിയുന്ന വളരെ എളുപ്പത്തിൽ പൊളിക്കാൻ കഴിയുന്ന ഒരു കാര്യമാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന പോലെ മോശപ്പെട്ട വാക്കുകളിലൂടെ, മോശപ്പെട്ട കാര്യങ്ങളിലൂടെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവർക്ക് വലിയ അഡ്വാൻറ്റേജ് ആവുകയും നിങ്ങളുടെ വാദം അവിടെ പരാജയപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മലർന്ന് കിടന്ന് തുപ്പുന്നതിന് സമമാണ്. അതേസമയം M സ്വരാജ് പറഞ്ഞ പോലെ നമുക്ക് പറയാം, M സ്വരാജ് പറഞ്ഞത് അടുത്ത നൂറ്റാണ്ടിൽ പോലും ഒരു മാധ്യമ പ്രവർത്തകയാകാൻ ഒരു യോഗ്യതയുമില്ലാത്ത ആളാണ് സ്മൃതി പരുത്തിക്കാടെന്ന് എന്ത് ചെയ്യാം പറയാം. പക്ഷെ അതിന് പകരം ഈ പറയുന്ന താങ്കൾ പറഞ്ഞ പല വാക്കുകൾ, ആ വാക്കുകളൊക്കെ തന്നെ സഹായിക്കാനാണെന്നുള്ള കേരളത്തിലെ പ്രശസ്തമായ ഒരു യൂട്യൂബറുടെ അടുത്ത് എന്ത് ചെയ്യുന്നു? തംബ്നെയിലിൽ കൊടുക്കുന്നു. ഞാൻ പറയുന്നത് അവർക്കൊരു മകനുണ്ട്, ഇല്ലേ? അവർക്ക് 85 വയസ്സായ ഒരു പിതാവുണ്ട്. അപ്പൊ ഇന്നലെ തന്നെ സ്മൃതി അതിൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനെതിരെ കൂടി ആക്രമണം വരുമ്പോൾ എൻ്റെ മകന് പോലും അത് പ്രശ്നമാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയ വിഷമം തോന്നും. അത്തരത്തിലുള്ള ഒരു ലെവലിലേക്ക് ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകരുത്, അത് പറഞ്ഞു വിലക്കേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് CPM-ന്റെ നേതാക്കന്മാർ, കൃത്യമായിട്ടുള്ള ആളുകൾ ഇത് പറഞ്ഞു വിലക്കണം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവരോട് ആശയപരമായി വിയോജിക്കാം. ഇനി ഒരു കാര്യം കൂടി പറയാം, സ്മൃതി നടത്തുന്ന ചർച്ചകളിലൊക്കെ തന്നെ ഞാൻ സ്മൃതിയുടെ ചർച്ചകൾ ഇത്രയും കണ്ടിട്ടുള്ള വേറൊരാളുണ്ടാവില്ല. ഞാൻ വളരെ കീനായി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് കാണാറില്ല, കാരണം സ്മൃതിയും മാധവും മാറി മാറി വരണമായതുകൊണ്ട് ഞാൻ കാണാറില്ല. അതിൽ തന്നെ സ്മൃതി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം CPM-ന്റെ ഒരു പ്രതിനിധി എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ മറ്റേതെങ്കിലും ഒരു വിഷയം എടുത്ത് അങ്ങോട്ട് ഇടും. എന്നാൽ അതിന് മറുപടി കൊടുക്കാൻ സമയം കൊടുക്കുകയില്ല, പകരം മറ്റേതെങ്കിലും വിഷയം എടുത്തിട്ട് സ്മൃതിയുടെ കമന്റ് പറഞ്ഞിട്ട് അടുത്ത ആളിലേക്ക് പോകും. അപ്പൊ അത്തരത്തിൽ വളരെ അത് 4 പേര് അപ്പുറത്തുണ്ടാവും. ആര്? സ്മൃതി ഉൾപ്പെടെ. ഒന്ന് സ്മൃതി പരുത്തിക്കാട്, രണ്ടാമത്തത് ഈ പറയുന്ന പോലെ ഒരു നിരീക്ഷകനുണ്ടാവും, പുള്ളി അസൽ കോൺഗ്രസ്സുകാരനാണ്. വേറെ ഒരു നിരീക്ഷകൻ ഉണ്ടാവും, പുള്ളി അതിനേക്കാൾ വലിയ കോൺഗ്രസ്സുകാരനാണ്. മൂന്നാമത്തത് കോൺഗ്രസിന്റെ ആളും ഉണ്ടാവും, CPM-ന്റെ ഒരാളും ഉണ്ടാവും. അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഹൈലി ഇറാഷണലായി, യുക്തിസഹമല്ലാത്ത രീതിയിൽ ഒട്ടും ജനാധിപത്യം അൺഡെമോക്രാറ്റിക്കായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ ആ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് ഇത്തരം ഭാഷകളിലൂടെയല്ല എന്നുള്ളതാണ് അസന്നിഗ്ധമായി എനിക്ക് പറയാനുള്ളത്.